ജനിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഒരു ഹോശന്ന ഞായറാഴ്ച കൂടി കടന്നു പോകുവാനായിട്ട് ഇടയായല്ലോ. ഹോശന്ന എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പോൾ രക്ഷിച്ചാലും എന്നാണല്ലോ. മത്തായിയുടെ സുവിശേഷം 21:9, മാർക്കോസ് 11:9, യോഹന്നാൻ 12:13 തുടങ്ങിയ സുവിശേഷ ഭാഗങ്ങളിൽ നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങൾ 118:25 ഉദ്ധരണിയാണ് ഇവിടെ മുഴങ്ങുന്നത്. ഹോഷി ആഹ്ന എന്ന എബ്രായ പദത്തിൽ നിന്നാണ് ഈ വാക്ക് ഉണ്ടായത്. എന്നാൽ അതിനു മുൻപ് തന്നെ പഴയ നിയമത്തിൽ സഖരിയാ പ്രവചനത്തിലൂടെ ഈ ഇൻസിഡന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതും വളരെ ശ്രദ്ധേയമാണ്. സഖരിയാ പ്രവചനം 9:9 സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺ കഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു എന്ന് സഖരിയാ പ്രവാചകനിലൂടെ തന്നെ മുൻപ് കൂട്ടി പ്രവചിക്കപ്പെട്ട ആ പ്രവചനത്തിന്റെ നിറവേറലാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശു കർത്താവ് യെരൂശലേം ദൈവാലയത്തിലേക്ക് കഴുതപ്പുറത്ത് ഇപ്രകാരം കടന്നു ചെല്ലുമ്പോൾ സംഭവങ്ങൾ നമുക്കറിയാം. തെരുവീതിയിൽ ജനം ആ ഒലിവ് ചില്ലകളെല്ലാം വെട്ടി ഇടുകയും തങ്ങളുടെ വിലയേറിയ വസ്ത്രം വിരിച്ച് ആ കഴുതയ്ക്ക് നടന്നു പോകത്തക്ക വിധത്തിൽ അവർ പാത ഒരുക്കിയ അനുഭവങ്ങൾ. കഴുതയുടെ ഗുണം കൊണ്ടല്ല, കഴുതപ്പുറത്ത് വാഹനമേറിയിരിക്കുന്നത് ആര്? രക്ഷിപ്പാൻ ശക്തനായവൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഓശന്ന പാടുകയാണ്, ഓശന്ന വിളിക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവർക്ക് രക്ഷ കിട്ടേണ്ടതാകുന്ന സ്ഥാനങ്ങളിൽ നിന്ന്, അവർക്ക് നീതി കിട്ടേണ്ടുന്നതാകുന്ന ഇടങ്ങളിൽ നിന്ന് ഇതൊന്നും കിട്ടാതെ പുരോഹിതന്മാരിൽ നിന്നും ആലയത്തിൽ നിന്ന് പോലും നീതിയും ന്യായവും ലഭിക്കാതെ പോയപ്പോൾ രക്ഷിപ്പാൻ പ്രാപ്തനായവനെ കണ്ടപ്പോൾ അവർ നിലവിളിച്ച ശബ്ദമാണല്ലോ നമുക്കിവിടെ കേൾക്കുവാൻ കഴിഞ്ഞത്. അതെ, ആ ദൈവാലയത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് അവിടെ വലിയ മണി വ്യാപാരവും അതേപോലെ പ്രാക്കളെയും ആടുമാടുകളെയും മറ്റും വിൽക്കുന്ന അനുഭവങ്ങളും ഇതെല്ലാം കണ്ട് രക്ഷകൻ അവിടേക്ക് കയറി ചെന്നൊരു വലിയ ചാട്ടവാറുണ്ടാക്കി ഈ പുരോഹിത ഗണത്തെയും അതേപോലെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും മറ്റും അടിച്ച് പുറത്താക്കുന്നു. നിങ്ങൾ എൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാലയമായിരിക്കേണ്ടുന്ന ആലയത്തെ അവർ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയ അനുഭവം കണ്ട് നീതിമാനായ യേശു കർത്താവ് ദുഃഖിച്ച് അവിടേക്ക് കടന്നു ചെല്ലുന്ന സംഭവങ്ങൾ അധികം വ്യാഖ്യാനിക്കേണ്ടതായ ആവശ്യമില്ലല്ലോ. അതേ, ഇന്നും ആ സ്ഥിതി തന്നെ തുടരുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോകത്തൊരിടത്തും നീതിയില്ല. യഥാർത്ഥമായ ഒരു നീതിക്ക് വേണ്ടിയുള്ളതാകുന്ന നിലവിളിയാണ് നമുക്ക് എവിടെയും കേൾക്കുവാൻ കഴിയുന്നത്. രാഷ്ട്രത്തിൽ നീതി ലഭിക്കുന്നില്ല. കഴിഞ്ഞ ദിവസവും ഓർമ്മപ്പെടുത്തിയതുപോലെ സുപ്രീം കോടതിക്ക് ചരിത്രവിധി പ്രസ്താവിക്കേണ്ടി വന്നു. രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമില്ല എന്നുള്ള ചരിത്രവിധി പറഞ്ഞുകൊണ്ട് ജനത്തിന് നീതി ലഭിക്കാതിരുന്നപ്പോൾ തമിഴ്നാടിന്റെ 10 ബില്ലുകൾ പാസാക്കുവാനായിട്ടുണ്ടായ ചരിത്രവിധി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതാണ് രാഷ്ട്രത്തിലെ സ്ഥിതി. നമ്മളെ ഭരിക്കുന്നവരിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്ന അവസ്ഥകൾ, അഥവാ
ഓരോ സ്റ്റേറ്റിന് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, കേന്ദ്രത്തിൽ ആര് ഭരിക്കുന്നുവോ സ്റ്റേറ്റിൽ മറ്റൊരു വിഭാഗമാണ് ഭരിക്കുന്നത് എങ്കിൽ അവരെ എങ്ങനെയും ഒതുക്കുന്ന ഒരു ഗവർണറെ വെച്ച് അല്ലെ രാഷ്ട്രപതിയെ വെച്ച് പോലും ഒതുക്കുന്ന രീതി നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് കണ്ട് മടുത്താണല്ലോ സുപ്രീം കോടതിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത്. അല്പം ഒരാശ്വാസം ഇങ്ങനെ കോടതിയിൽ എങ്കിലും ചിലപ്പോൾ ന്യായം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ മനുഷ്യന് ഉള്ളത്. അത് രാഷ്ട്രീയ സ്ഥിതിയാണെങ്കിൽ ഇവിടെ ആ ആലയത്തിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും നേരിട്ടതാകുന്ന അന്യായം കണ്ടുകൊണ്ടാണല്ലോ യേശു കർത്താവ് ആലയത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇന്നും ആത്മീക ഗോളത്തിൽ പുരോഹിതന്മാർ അല്ലെങ്കിൽ വലിയ നേതാക്കന്മാർ എന്നൊക്കെ അഭിമാനിക്കുന്നവർ അവർ കൊടുക്കേണ്ടുന്ന നീതി കൊടുക്കുന്നുണ്ടോ? പലപ്പോഴും പലരെ ഒതുക്കിയും അതേപോലെ പ്രമാണ ലംഘികളെ പോലും ചിലപ്പോൾ ഒരു നേതാവിന്റെ കാലത്ത് കൽപ്പന ലംഘികളെ അടുത്ത നേതാവിന്റെ കാലത്ത് വരുമ്പോൾ ഉന്നതമായ പ്രമോഷൻ കൊടുത്ത് ആ കൽപ്പനാലംഘനങ്ങളെയെല്ലാം വലിയ ഡോക്ടറേറ്റ് പോലെ കരുതിക്കൊണ്ട് ഉയർത്തിയെടുക്കുന്ന അനുഭവങ്ങൾ. അഥവാ ഇവിടെ സർവശക്തനായ ദൈവത്തിന് ഹോശന്ന പാടിയപ്പോൾ ഇന്ന് നേതാക്കന്മാർക്ക് വേണ്ടി ആര് ഹോശന്ന പാടുമോ, ആര് സ്തുതി പാടുമോ, അവരെത്ര കൊടിയ പാപികളായിരുന്നാലും അവരെ ഉയർത്തിപ്പൊക്കിക്കൊണ്ടുവരുന്ന അനുഭവങ്ങൾ. അതെ, ഹോശന്ന ഇപ്പോൾ രക്ഷിച്ചാലും നാദാ ഇപ്പോൾ രക്ഷിച്ചാലും ഒരു ഭാഗത്ത് ഞങ്ങൾ നശിക്കുന്നു, രാഷ്ട്രത്തിൽ നിന്ന് നീതി കിട്ടുന്നില്ല, മറുഭാഗത്ത് ലഹരി ഒഴുകുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചാകുന്നു, MDMA, ആ കഞ്ചാവ്, അതേപോലെയുള്ള ദുരന്തങ്ങള്, പീഡനങ്ങള്, ഇതിലൊക്കെ പെട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലും ചാമ്പങ്ങ കൊടുക്കാമെന്ന് പറഞ്ഞ് മറ്റൊരു 19കാരൻ കഴിഞ്ഞ ദിവസം കുളത്തിൽ എറിഞ്ഞ് ആ ചവിട്ടിത്താത്ത് വന്നതായ അനുഭവങ്ങള്, അതേപോലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അനുഭവങ്ങള്, എവിടെ നോക്കിയാലും യാതൊരു സമാധാനവുമില്ല, രക്ഷയുമില്ല, എവിടെയും ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്താകയാ, ഇനി തെല്ലും ഭയമിന്നി മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല, എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.